Friends, today in this video I am going to introduce about the literary device consonants. Okay, അപ്പോൾ കോൺസണൻസ് എന്ന ലിറ്റററി ഡിവൈസാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കോൺസണൻസ് എന്നാൽ ഈ കോൺസണൻസ് സൗണ്ട്സിൻ്റെ എന്താണ് കോൺസണൻസ് സൗണ്ട്സ്? ഈ ഒരു ആൽഫബറ്റ് എടുക്കണമെങ്കിൽ ആൽഫബറ്റിൽ ABCDEFG അങ്ങനെ പോകില്ല. അപ്പോൾ ആൽഫബറ്റിലെ ഓവൽ സൗണ്ട് എക്സ്ക്ലൂഡ് ചെയ്താൽ ബാക്കി വരുന്ന സൗണ്ട്സൊക്കെ കോൺസണൻസ് സൗണ്ട്സാണ്. ബ് ക് ഡ് ഫ് ഗ്. ഈ വവൽ സൗണ്ട്സിനെ പുറത്തൊക്കെ ബാക്കി വരുന്നത് കോൺസണൻസ് സൗണ്ട്സാണ്. ഓക്കെ, അതിൻ്റെ repetition of the consonant sounds within or at the end of the words in a sentence. അതിൻ്റെ ഫസ്റ്റ് വന്ന അലിട്രേഷൻ ആവും ഒരു സെൻറ്റൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ലൈനിൽ വിത്തിൻ വന്നാൽ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ വേർഡ്സ് വന്നതിനാൽ റിപ്പീറ്റഡ് കോൺസണന്റ് സൗണ്ട്സ് വന്നതിനാൽ അതിനാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഹീ സ്റ്റുഡ് ഓൺ ദ റോഡ് ആൻഡ് ക്രൈഡ്. ഇവിടെ നോക്കാം, സ്റ്റുഡ് ഡ് കോൺസണന്റ് സൗണ്ട് എൻഡ് വേർഡിലാണ് റിപ്പീറ്റഡ് ആയിരിക്കുന്നത്. കോൺസണന്റ് സൗണ്ട് ഈസ് റിപ്പീറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് വേർഡ്സ്. കണ്ട, repetition of consonant sounds within or at the end ആണ് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, മൈക്ക് ലൈക്സ് ഹിസ് ന്യൂ ബൈക്ക്. മൈക്ക് ലൈക്സ് ഹിസ് ന്യൂ ബൈക്ക്. ദ കോൺസണന്റ് സൗണ്ട് ആ കെ എന്നുള്ള ആ കെ സൗണ്ട് ഇസ് റിപ്പീറ്റഡ് വിത്തിൻ ദ വേർഡ്. ഒരു വേർഡിൻ്റെ വിത്തിൻ അല്ലേ. അപ്പോൾ ഈ ഒരു മൈക്ക് ഈ വേർഡിൻ്റെ വിത്തിനാണ് ഇവിടെ റിപ്പിറ്റേഷൻ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ബിറ്റ്വീൻ. ഓക്കെ, ഓർ വിത്തിൻ. അപ്പോൾ ലൈക്സിൽ കെ വരുന്നത്, ഇവിടെ ബൈക്ക് കെ വരുന്നതൊക്കെ വിത്തിൻ അല്ല വരുന്നത്. അപ്പോൾ വിത്തിൻ ദ വേർഡ് ഇസ് റിപ്പീറ്റഡ്. സോ വി വിൽ കോൾ ഇറ്റ് as consonants. ഓക്കെ, വി ക്യാൻ കോൾ ഇറ്റ് as consonants. അതുപോലെ ഹിസ് സിസ്റ്റേഴ്സ് ആൻഡ് ഈസ് ലിവിങ് വിത്ത് ഹിസ് ഫാമിലി. ഹിസ് സിസ്റ്റേഴ്സ് ഇവിടെ എൻഡിൽ വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് കോൺസണന്റ് സൗണ്ട് വരുന്ന എൻഡിൽ ഇതിനാണ് കോൺസോനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റിൽ വന്നാൽ അത് കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റഡ് ഫസ്റ്റിൽ വന്നാൽ അതിനെ അലിട്രേഷൻ എന്ന് പറയും. എൻഡിലോ അതോ വിത്തിൻ എ വേർഡ് വന്നു കഴിഞ്ഞാൽ അതിനാണ് കോൺസണൻസ് എന്ന് പറയുന്നത്.